ദേവാസുരം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി 4 തവണ കണ്ടിട്ടാണ് അതിൻ്റെ പച്ച മലയാളത്തിൽ പറഞ്ഞ് അതിൻ്റെ കിക്കിറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നത് വിഷു റിലീസായിരുന്നു. അത് തിങ്ങി നിറഞ്ഞ തിയേറ്റർ, ഫാൻ വർക്ക് ചെയ്യുന്നില്ല തിയേറ്ററിൽ. എന്നിട്ടും ആ സിനിമ ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഇതുണ്ട്. സെക്കൻഡ് ഹാഫ് എങ്ങാണ്ടായപ്പോഴാണ് AC ഒക്കെ വർക്ക് ചെയ്ത് തുടങ്ങി. സിനിമയിലേക്ക് വന്നാൽ അമൃതംഗമയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അത്തരത്തിൽ മോഹൻലാൽ എന്ന നടനെ മാക്സിമം ഉപയോഗിച്ച ഒരു സിനിമയാണ് ദേവാസുരം. ഈ പറഞ്ഞ പോലെ മറ്റൊരു ഷെയ്ഡ് അല്ലെങ്കിൽ മറ്റൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു. കാരണം അദ്ദേഹം അതുവരെ അഭിനയിച്ചുകൊണ്ടിരുന്ന നാടോടി, വിയറ്റ്നാം കോളനി, അത്തരത്തിലുള്ള ചില സിനിമകളായിരുന്നു. അദ്ദേഹം ആ ഒരു യോദ്ധ ഒക്കെ ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അതിലൊക്കെ കുറച്ചൊരു കോമഡി ഷെയ്ഡ്സും കൂടെയൊക്കെയുള്ള കഥാപാത്രങ്ങളായിരുന്നു. പക്ഷേ ദേവാസുരത്തിലേക്ക് വന്നപ്പോഴത്തേക്കും എന്താ പറയുന്നത്, ഈ അതിലിപ്പോൾ തന്നെ പറയുന്നല്ലോ, ഒരു ഫ്യൂഡൽ മാടമ്പി അല്ലെ ഒരു ഫ്യൂഡൽ തെമ്മാടി എന്ന് പറയുന്ന ഒരു ആംഗിൾ സിനിമകളിലൊന്നും നമ്മളധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒന്നെങ്കിൽ ഒരു പക്കാ വില്ലൻ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെയുള്ള ഷെയ്ഡ്സേ ആ ഫ്യൂഡൽ തെമ്മാടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഈ സിനിമ തുടങ്ങി ഇയാൾ എന്തൊരു മനുഷ്യൻ തോന്നി. ഇത് നെഗറ്റീവാണോ പുള്ളിയുടെ കഥാപാത്രം എന്നൊക്കെയാണ് ആദ്യം തോന്നിയത്. രേവതിയെ ഇതുപോലെ ബ്ലാക്ക്മെയിൽ ചെയ്ത്, ഭാനുമതിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഡാൻസ് ചെയ്യിപ്പിക്കുന്ന സീൻ വരെ നമുക്കുണ്ടായിട്ടുള്ള ഒരു ഫീൽ എന്ന് പറയുന്നത്, ഇയാൾ ഇനി ഇതെങ്ങനെയാണ് മോഹൻലാൽ പോസിറ്റീവ് ആവുന്നത്, അല്ല ഇത് വില്ലനാണോ, ഇനി മറ്റൊരാൾ വരാനുണ്ടോ എന്നൊക്കെയാണ് ആദ്യം ചിന്തിച്ചു പോയത്. രഞ്ജിത്തിൻ്റെ സ്ക്രിപ്റ്റിങ്ങിനെ പറ്റി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദിശ മാറ്റി വിട്ട ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് ദേവാസുരം എന്നുള്ളത് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നസെൻ്റ് ഒരു ഇൻ്റർവ്യൂവിൽ ജോൺ ബ്രിട്ടാസിൻ്റെ അടുത്ത് JB ജംഗ്ഷനിൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം, ഇന്നസെൻറ്റിന് ഈ സ്ക്രിപ്റ്റ് മോഹൻലാലാണ് വായിക്കാൻ കൊടുക്കുന്നത്. നിങ്ങളിത് വായിച്ചു, ഇതിൽ നീലകണ്ഠൻ ചെയ്യുന്ന ഞാനാണ്, നിങ്ങൾക്ക് വാര്യരാണെന്ന് തോന്നുന്നു, വായിക്കുന്നു. ഇത് വായിച്ചിട്ട് രഞ്ജിത്തിനോട് ഇന്നസെൻ്റ് ചോദിച്ചു, MT സാർ എഴുതിയിട്ട് മഷി ഉണങ്ങാൻ വെച്ചപ്പം നിങ്ങളിത് എടുത്തുകൊണ്ട് ഓടിയതല്ലേ എന്ന് ചോദിച്ചത്. രഞ്ജിത്ത് ചിരിച്ചുള്ളൂ. കാരണം അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു കോംപ്ലിമെൻ്റ് ആണ്. അതുപോലെ പഴുതില്ലാത്തൊരു സ്ക്രിപ്റ്റാണ്. പലപ്പോഴും ഈ നോവലിറ്റിക്കായിട്ടോ അല്ലെ നോവലിറ്റിക്കായിട്ടോ അല്ലെങ്കിൽ ഇച്ചിരി ഒരു സാഹിത്യം വരാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റുകളിൽ ഇത് കുത്തി നിറയ്ക്കുമ്പം പലപ്പോഴും ഭയങ്കര ബോറായിട്ട് വരാറുണ്ട്. പക്ഷേ ഏറ്റവും പെർഫെക്റ്റായിട്ട് ഇത് വന്നിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് ദേവാസുരം. ഇപ്പം ഭാനുമതി ഇല്ലാതെ നീലകണ്ഠൻ്റെ പൂർണ്ണതയുണ്ടോ എന്ന് ഭാര്യ ചോദിക്കുന്ന ഒരു രംഗം, അല്ലെങ്കിൽ ഇന്ന് മറ്റേ രേവതിയെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട്, ഭാനുമതിയെ കൊണ്ട് ഡാൻസ് ചെയ്യിച്ച് കഴിഞ്ഞിട്ട്, എന്തിനാണ് നീല ഈ ശാപം കൂടെ വാങ്ങിച്ചു വെച്ച്, ആ കുട്ടിയുടെ കണ്ണിൽ നിന്ന് വീണ കണ്ണീര് ഒരു കടലോളം വരും, അതിന് മേളിൽ നിൽക്കാനുള്ള പൊക്കം മംഗലശ്ശേരിയുടെ മേൽക്കൂരയ്ക്കില്ല എന്ന്. ഇത് ഭയങ്കര രഞ്ജിത്തിൻ്റെ ഒരു കാവ്യാത്മകമായ ഒരു സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഒരു മനോഹാരിത അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു ആവിഷ്കാരമാണ് ദേവാസുരം. അതൊരു എപ്പിക്കാണ്, അതൊരു ക്ലാസിക്കാണ്, അതിൽ യാതൊരു മാറ്റവുമില്ല. പിന്നെ അതിലെ കാസ്റ്റിങ്സ് ഞാൻ ആദ്യം കേട്ടത് നടൻ സുകുമാരനെയാണ് ആദ്യം മുണ്ടക്കൽ ശേഖരനായിട്ട് അവർ കൺസിഡർ ചെയ്തത്. പിന്നീടാണ് മോഹൻലാൽ സജസ്റ്റ് ചെയ്തിട്ടാണ് നെപ്പോളിയനെ കൊണ്ടുവരുന്നത്. നെപ്പോളിയൻ എന്ന് പറഞ്ഞാൽ ഇന്നും അദ്ദേഹം നമുക്ക് മുണ്ടക്കൽ ശേഖരനാണ്. നേരത്തെ നമ്മൾ 20ാം നൂറ്റാണ്ടിലെ നാടുവാഴികളുടെ കാര്യം പറഞ്ഞതുപോലെ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഇതിൽ ഈ വില്ലനെ ഉയർത്തി അവസാനത്തെ ആ ഫൈറ്റിൻ്റെ സീൻ വരെ പുള്ളിയെ ഉയർത്തി തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. അവൻ തന്നെയാണ് ജയിക്കുന്നത്. കാരണം ഇവരിങ്ങനെ കൊച്ചിലെ മൂങ്ങാങ്കുഴി ഇടുമ്പോഴും ഒക്കെ ജയിച്ചിട്ടുണ്ടെന്നുള്ള നമ്മൾ കേട്ട് ഡയലോഗ് കഥാപാത്രങ്ങൾ പറയുന്നതല്ലാതെ ഇതിൽ ഒരു സിനിമയുടെ ക്ലൈമാക്സ് വരെ ജയിച്ചിരിക്കുന്നത് ശേഖരനാണ്. അതുപോലെ തന്നെ നീലകണ്ഠനേക്കാൾ ഉയരത്തിലാണ് ഭാനുമതിയുടെ കഥാപാത്രം ഈ സിനിമയിൽ നിൽക്കുന്നത്. ഇതൊക്കെ ഇതിൻ്റെ ഒരു വലിയ സവിശേഷതകളാണ്. ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റിങ്സ് നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മേക്കിങ്സ് നമ്മൾ കണ്ടിട്ടില്ല. ഇതിൽ ഈ ഒരു സിനിമയിൽ ഇതെടുത്ത ശേഖരൻ്റെ ശിങ്കിടിയായിട്ട് ഇരിക്കുന്ന ജോണി തൊട്ട് മോഹൻലാൽ വരെയുള്ള ആരും ഇതിലൊരു വേസ്റ്റ് കാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നില്ല, അല്ലെങ്കിൽ ഇയാൾ എന്തിനാണ് ഇതിൽ ഇട്ടേക്കുന്നതെന്ന് തോന്നില്ല. 2 സീനിൽ വന്നു പോകുന്ന ഒടുവിലിൻ്റെ പെരിങ്ങോടൻ, ഇത് അതിലെ MG രാധാകൃഷ്ണൻ്റെ ശബ്ദത്തിൽ വന്ദേ മുകുന്ദ ഹരേ എന്ന് പറയുന്നത് ഇന്ന് കേൾക്കുമ്പോൾ, രാവണപ്രഭുവിലും അതുപോലൊന്നും ചെയ്തിട്ട് ശരിയായിട്ടില്ല, പക്ഷെ അതിലെ ഒടുവിൽ വരുമ്പോൾ ഉള്ള ഒരു പഞ്ച് 2 സീനിലേ ഉള്ളൂ. ആ 2ാമത്തെ സീനിൽ വരുമ്പം എനിക്ക് തന്നെ ആ പരുവത്തിൽ കാണാൻ വയ്യടോ, അവിടുന്ന് കിട്ടിയൊരു നൈവേദ്യം ഉണ്ട്, നമ്മളെത്തി അതങ്ങോട്ട് സ്വീകരിക്കാന്ന് പറഞ്ഞിട്ട് എന്നാണ് ഈ വന്ദേ മുകുന്ദ ഹരേ പറയുന്നത്. അതൊക്കെ ഒരു മലയാളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അല്ലെ മലയാളം മണ്ണിൻ്റെ മണമുള്ള സിനിമ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലുള്ള ഒരു പഞ്ചാണ് ദേവാസുരം ഇതിൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ മോഹൻലാലിൻ്റെ ഈ മുണ്ട് നടക്കുന്ന ഇത് വരുന്നത് ആ സിനിമയിലാണ്. അത് അമ്പലത്തിൻ്റെ നടയിൽ ഞാൻ പറയുന്നില്ലേ, ഇപ്പം മഴ അല്ലെങ്കിൽ ഉത്സവത്തിനുള്ള അടി, ഇതൊന്നും മലയാളിക്ക് ഒരിക്കലും ബോറടിക്കുന്ന ഒരു കാര്യമല്ല. അല്ല, എത്ര റിപ്പീറ്റ് വന്നാലും നമുക്കൊരിക്കലും ബോറടിക്കാത്ത ചില അനുഭവങ്ങളാണ് ഇത്തരത്തിലുള്ള ചില ആംബിയൻസിലുള്ള. അതിൽ ചന്ദനക്കുറിയൊക്കെ തൊട്ടാണ് ശേഖരൻ നമ്പ്യാർ നീലകണ്ഠനെ തള്ളാൻ വേണ്ടി വരുന്നത്. അത്
ഇയാൾ നിസ്സഹായനായി ഇയാൾ കൈ പൊക്കി കഴിഞ്ഞാൽ രേവതി അവിടെ വെടിപ്പുരയിലിട്ട് വെടിവെച്ച് ഇത് കൊല്ലും എന്നൊക്കെ പറയുന്ന ത്രെറ്റനിങ്ങിൽ ഇയാളെ നിസ്സഹായനാക്കിയിട്ട് ശേഖരൻ ഇടിക്കുന്ന സീൻസിൽ എനിക്ക് ഓർമ്മയുണ്ട് തിയേറ്ററിൽ ലേഡീസ് അടക്കം കരയായിരുന്നു. ഇയാളുടെ തല കൊണ്ട് ഈ തൂണിൽ ഇങ്ങനെ വലിച്ചടിക്കുക. അപ്പോൾ പിന്നെ അതിൽ മോഹൻലാലിൻ്റെ ഒരു ഗെറ്റപ്പ് എപ്പോഴും കയ്യിലൊരു കർച്ചീഫൊക്കെ ഇട്ട്, ഇപ്പോൾ ചട്ടമ്പികളുമായിട്ടും വെള്ളോടിയൊക്കെ ആണെങ്കിൽ പുള്ളി ആഢ്യനായിട്ടാണ് നടക്കുന്നത്. കസവുമുണ്ട്, പെഡിഗ്രിയിൽ അഹങ്കരിക്കുന്ന ഒരാൾ കയ്യിലൊരു കർച്ചീഫ് ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് ഇങ്ങനെയുള്ള ഒരു ഗെറ്റപ്പിലാണ്. അപ്പോൾ ഈ കൈ പിടിച്ച് ശേഖരൻ പിടിക്കുമ്പോഴും പുള്ളിയുടെ ആ ഇതിലാണ്. ഇതിൻ്റെ പിന്നാമ്പുറം ഇത് കഥ കേട്ടതെന്ന് പറഞ്ഞാൽ 102 ഡിഗ്രി പനി വെച്ചിട്ടാണ് അവർ ആ ഫൈറ്റ് എടുത്തതെന്നാണ് പറയുന്നത്. മോഹൻലാൽ 102 ഡിഗ്രി പനിയായിരുന്നു ആ ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ അത് കാണുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഇന്നും ഇതിൽ. എന്നിട്ട് ഇയാൾ ആ തിരിച്ചടിക്കാൻ തുടങ്ങുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. ഒരിക്കൽ ഒരു ക്ലബ് ഓഫ് ഫാമിലി ഒരു ഡിസ്കഷനിൽ പറഞ്ഞ ഇതാണ്, എപ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ രോമാഞ്ചം എന്നൊരു സ്റ്റണ്ട് സീൻ. വലിയ പാടാണ് പറയുന്നത്. പക്ഷേ ഈ രേവതിയെ രക്ഷിച്ചുകൊണ്ട് ഇവർ 4 പേര് വരുമ്പം അയ്യോ അരുത് എന്ന് രേവതി പറയുമ്പോൾ മോഹൻലാൽ ഇങ്ങനെ നോക്കിയിട്ട് ശേഖരനെ തിരിച്ചടിക്കാൻ തുടങ്ങുന്ന മൊമെൻറ്റിൽ തിയേറ്ററിൽ കിടന്ന് ആഘോഷിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഇത്തരത്തിൽ അത് അവിടെ ഐവിശ്വസിക്കാണ് അവർ കൈയടി കൊടുക്കുന്നത്. കാരണം അദ്ദേഹം ആ മാസ് ഷൂട്ട് ചെയ്യാൻ നമ്മൾ മറ്റൊരു സിനിമയുടെ ഇത് പറഞ്ഞതുപോലെ ഉയരങ്ങളുടെ ഇത് പറഞ്ഞതുപോലെ മാസ് സീൻ ഷൂട്ട് ചെയ്യുക, അമ്പലത്ത് ഉത്സവത്തിൻ്റെ ഒക്കെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക. മുണ്ടക്കലെ അടുത്ത ഉത്സവമാണ് അമ്പലത്തിൽ. ഈ ആൾക്കാരെല്ലാം ഭക്തിസാന്ദ്രമായിട്ട് നിൽക്കുന്നു. അവരുടെ എല്ലാം ഒത്ത നടുക്കൂടെ ആ വലിയൊരു അന്നത്തെ ജീപ്പ് മഹീന്ദ്രയുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. മോഹൻലാൽ എന്തെങ്കിലും ഡോർ അടച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി നടക്കുക, എല്ലാവരും നാട്ടുകാർ നോക്കിയിരിക്കുകയാണ്. അതൊക്കെ ഐ വി ശശിയുടെ ഒരു ബ്രില്യൻസ് ആണ് അവിടെ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ സ്ക്രിപ്റ്റിലൂടെ വന്നപ്പോഴത്തേക്കും മറ്റൊരു തലത്തിലേക്ക് മാറി. പിന്നീട് ഐ വി ശശിയായിട്ട് വർക്ക് ചെയ്ത ഒരു അക്ഷി പറഞ്ഞൊരു ഇതെന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റിൽ പിന്നെയും ഒരുപാട് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ഇതുണ്ടായിരുന്നു. പക്ഷേ ഐ വി ശശിയുടെ എക്സ്പീരിയൻസിൽ അദ്ദേഹം വായിച്ചിട്ട് എനിക്ക് ഇത്രയും മതി ഇത് ഷൂട്ട് ചെയ്യാൻ എന്ന് എടുത്തിട്ടാണ് ആ സിനിമ അത്രയും മനോഹരമായെന്നാണ്. അല്ലെങ്കിൽ അത് ചൂടൊക്കെ ലെങ്തി ആവും, അവിടെ ഇവിടെയൊക്കെ കുറേയൊക്കെ കുറഞ്ഞൊക്കെ പോയാനെന്ന് പറയുന്നു. അതാണ് സംവിധായകൻ എഴുത്തുകാരൻ്റെ മുകളിൽ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പായിട്ട് അറിയപ്പെടുന്നത്. ഇപ്പോൾ ദേവാസുരം മലയാളത്തിലെ ഏറ്റവും വലിയൊരു ക്ലാസിക് തന്നെയാണ്. മോഹൻലാലിൻ്റെ അഭിനയ അവിടുന്നാണ് മീശപുരിയുടെ യഥാർത്ഥ മീശപുരിയോടെ. ഇപ്പോൾ രാജാവിൻ്റെ മുന്നിൽ അദ്ദേഹം മീശ പിരിച്ചെങ്കിലും 20-ാം നൂറ്റാണ്ടിലും നടുവാഴികളിലും നല്ല അപ്പു എന്നൊക്കെ പറയുന്ന സിനിമ ഒരുപാട് അടിപ്പടങ്ങൾ പുള്ളി പിന്നെ അല്ലാതെ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും പുള്ളി പിരിച്ചിട്ടില്ല. ദേവാസുരത്തിലെ ആണ് ആ ഒരു അച്ചാറിലോട്ട് കയറുന്നത്. മുണ്ട് പുള്ളിയുടെ സ്വന്തമാവുന്നതും മലയാളിയുടെ മുണ്ട് സങ്കല്പത്തിൽ മോഹൻലാൽ വരുന്നതും. മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ജയറാമും ഒക്കെ മുണ്ടെടുത്തത് നല്ലതാണ്. പക്ഷേ ഇദ്ദേഹം കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇദ്ദേഹം കൊടുക്കുന്ന ആ സ്റ്റൈലും ആ മീശ പിരിച്ചുകൊണ്ടുള്ള ഒരു ഇതും ട്രെൻഡ് സെറ്റർ ആവുന്നത് ദേവാസുരം തൊട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ മറ്റൊരു എന്താ പറയുന്ന ഒരു 12-year എക്സ്പീരിയൻസ്ഡ് ആക്ടർ എന്നുള്ള നിലയിൽ നിന്നും മറ്റൊരു സ്റ്റാർഡം ലെവലിലേക്ക് പുള്ളിയെ ഉയർത്തിയത് ദേവാസുരം തന്നെയാണ്.